ഹലോ പ്രിയ പ്രേക്ഷകർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് 2026 ഒരിക്കലും മോണിറ്റൈസേഷൻ ആകില്ല എന്ന് ഉറപ്പുള്ള ഒരു 5-6 വീഡിയോ കാറ്റഗറികളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ കാറ്റഗറിയിലാണ് നിങ്ങൾ വീഡിയോസ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ ആ യൂട്യൂബ് യാത്ര ഇവിടെ വെച്ച് നിർത്തുക, അല്ലെങ്കിൽ ആ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇത്തരം കാറ്റഗറി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവർ തികഞ്ഞാൽ പോലും ഒരിക്കലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. 2026 കിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഈ പറയുന്ന 6 കാറ്റഗറിയിലാണ് നിങ്ങൾ വീഡിയോസ് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ആ ഒരു വീഡിയോ കണ്ടന്റുമായി യൂട്യൂബിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ സമയം നഷ്ടമാണ്, നിങ്ങളുടെ എഫേർട്ട് നഷ്ടമാണ്, എല്ലാം നഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വീഡിയോ മുഴുവനായി കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ 6 കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടോ, നിങ്ങളുടെ ചാനൽ പെടുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ആ യൂട്യൂബ് യാത്ര നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ചാനൽ ആരംഭിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ആ കാറ്റഗറികൾ, അല്ലെങ്കിൽ എത്തരം ചാനലുകളാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തെ ഒന്നാമത്തത് എന്ന് പറയുന്നത് കോമ്പൈലേഷൻ ഓർ ക്ലിപ്സ് എഡിറ്റഡ് ടുഗദർ വിത്ത് ടൈറ്റിൽ ഓർ നോ നെറേറ്റീവ് എന്ന് പറയുന്നതാണ്. അതായത് നിങ്ങൾ പല സ്രോതസ്സിൽ നിന്നും നിങ്ങൾ വീഡിയോസ് എടുക്കുക എന്ന് വിചാരിക്കുക. അതായത് ചെറിയ ഷോർട്സുകളൊക്കെ, ഇപ്പൊ ഈവൻ ചെറിയ ഒരു ഫണ്ണി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ടിക്ടോക്കിൽ നിന്നൊക്കെ കിട്ടും. ഫണ്ണി വീഡിയോസ് ഒക്കെ ഡോഗിന്റെ ഒക്കെ ഉണ്ടാവുമല്ലോ. അത്തരം ഫണ്ണി വീഡിയോസുകളൊക്കെ നിങ്ങൾ എടുത്ത് കൂട്ടി യോജിപ്പിച്ച് ഒരുപാട് ഫണ്ണി, അതായത് ഒരു 8-10 ഫണ്ണി വീഡിയോസുകൾ കൂട്ടി യോജിപ്പിച്ച് ഒരൊറ്റ വീഡിയോസ് ആക്കി ഇടുക. ഇങ്ങനെ വെറുതെ അങ്ങോട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. എന്നാൽ ഈ വീഡിയോസിന് യാതൊരു വിവരണമോ, അതായത് ഒരു വോയിസ് ഓവറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അതേപോലെ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ, അത്തരത്തിലാണ് നിങ്ങൾ ചാനൽ ഇടുന്നതെങ്കിൽ, അത്തരം കാറ്റഗറിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. 2026 തീർച്ചയായിട്ടും കിട്ടില്ല. നിങ്ങളുടെ പരിശ്രമം വെറുതെയാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു മൂവിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇമോഷൻ സീൻസുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഫൈറ്റ് സീനോ ഒക്കെ വെറുതെ അതേപോലെ ഇങ്ങോട്ട് വലിച്ചിടുക. ഞാൻ റിയാക്ഷനെ കുറിച്ചല്ല പറയുന്നത്, ഒരു റിയാക്ഷനും കൂടാതെ വെറുതെ വലിച്ചിട്ട് ഇടുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കണ്ടന്റിന് കിട്ടില്ല എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്ന് നോക്കാം നമുക്ക്. ഷോർട്ട് വീഡിയോസ് കമ്പൈൽഡ് ഫ്രം അതർ സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. അതായത് ഈ ടിക്ടോക്ക്, അതേപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് എടുക്കാം, ഇൻസ്റ്റഗ്രാം എടുക്കാം. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ നമ്മൾ കുറെ റീൽസുകൾ ഇങ്ങോട്ട് എടുത്തിട്ട് പലരും ഉണ്ട്. ഇപ്പൊ ഒരു മെയിൻ വീഡിയോസ് ആക്കിയിട്ട് ഇടുന്നവരുണ്ട്. ടോപ്പ് 10 ഇൻട്രസ്റ്റഡ് റീൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുണ്ടാവും, ഒരു വലിയൊരു വീഡിയോസ് ആക്കിയിട്ട് ഇടുന്നവരുണ്ടാവും. അതേപോലെ തന്നെ ടോപ്പ് 10 ഇമോഷൻ ഫീലിങ്സ് റീൽസ് എന്ന് പറഞ്ഞ് ഇടുന്നവരുണ്ടാവും. ഇത്തരത്തിൽ ഇടുന്ന കണ്ടന്റുകൾക്കും നിങ്ങൾക്കിനി 2026 മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് സോങ്സ് ഫ്രം ഡിഫറെന്റ് ആർട്ടിസ്റ്റ് ഈവൻ ഇഫ് യു ഹാവ് ദർ പെർമിഷൻ. അതായത് ഒരു 25 പാട്ട് നമ്മൾ ഒരുമിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടാവും ചിലവര്. എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തില് കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു ഫയലാക്കിയിട്ട് അങ്ങോട്ട് ഇടും. ഇത്തരം സംഭവത്തിനും കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കാനുള്ള മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ ഒരു പുതിയ പാട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന അതേ സമയത്ത് അതേ പാട്ടിന്റെ DJ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ DJ പാട്ടുകൾ എന്ന് പറഞ്ഞ ആ പാട്ടിനോട് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ DJ കയറ്റിക്കൊണ്ട് ചെയ്യുന്ന വർക്കിനും 2026 മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ കാറ്റഗറി എന്താണെന്ന് നോക്കാം. കണ്ടന്റ് അപ്ലോഡഡ് മെനി ടൈംസ് ബൈ other creators without significant commentary or editing. അതായത് പല തവണ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീയൂസഡ് ആണ് എന്ന് അറിയാം. എങ്കിലും ഞാനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വേടന്റെ ഒരു പാട്ട് ഇറങ്ങിയ, ഏറ്റവും വേടന്റെയോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു സിംഗറുടെ ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പാട്ടിനെ താളം പിടിച്ചുകൊണ്ടായിരിക്കും. അതായത് ആ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓഡിയോസ് ഉപയോഗിച്ചിട്ടായിരിക്കും പിന്നീട് വരുന്ന എല്ലാ കണ്ടന്റുകളും വരുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ വീഡിയോസ് ആരാണോ ആദ്യം ഇട്ടത് അവർ മാത്രമാണ് ആ ഒരു കണ്ടന്റിന്റെ ഉത്തരവാദി എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാം റീയൂസ്ഡ് ആയി പരിഗണിക്കും എന്നുള്ളത് വളരെ ശക്തമായിട്ട് ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പലതവണ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമുക്ക് അതേപോലെ പകർത്തുന്നതിനാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ എന്നുള്ളതാണ്.
അതിവിടെ വ്യക്തമായി പറയുന്നുണ്ട് വിത്തൗട്ട് സിഗ്നിഫിക്കന്റ് കമൻട്രി ഓർ എഡിറ്റിംഗ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതായത് എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ കമൻട്രിയിലോ വോയിസ് ഓവറിലോ അത് നിങ്ങൾ കാര്യമായി ചേർത്തിട്ടില്ലെങ്കിൽ എന്നുള്ളത്. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ടും അറിയാവുന്നതാണ് മറ്റൊരാളുടെ വീഡിയോസ് ഉപയോഗിക്കരുത് എന്നുള്ളത്. അപ്പൊ അതും ശക്തമായി റീയൂസഡിൽ പെടും എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അഞ്ചാമത്തത് എന്താണെന്ന് പറയുന്നു നോക്കാം. കണ്ടന്റ് ദാറ്റ് ഗെറ്റ്സ് വ്യൂവേഴ്സ് മോസ്റ്റ്ലി ഫ്രം നോൺ വെർബൽ റിയാക്ഷൻ ടു വീഡിയോ വിതൗട്ട് വോയിസ് കമന്ററി എന്നുള്ളതാണ്. അതായത് ചിലവരുണ്ട് ഒരു വീഡിയോസ് റിയാക്ഷൻ ചെയ്യുക എന്നുള്ള വ്യാജാന് ഒരു വീഡിയോസ് എടുത്ത് മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, ഒന്നുകിൽ ചിരി ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അയ്യോ ഞെട്ടുന്ന ഒരു ഇതുണ്ടാവും. അത്തരം വീഡിയോസ് ഇനി കിട്ടില്ല. കാരണം റിയാക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ വോയിസിലൂടെ തന്നെ നിങ്ങൾ ആ റിയാക്ഷൻ നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു വലിയൊരു വീഡിയോസ് എടുക്കുക, എന്നിട്ട് ആ വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഒരു സൈഡിൽ ചെറുതായിട്ട് നമ്മളെ കാണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ ചിരിച്ചിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വെറുതെ തലയാട്ടുക, അത്തരം വീഡിയോസുകളും ഇനി 2024 കർശനമായി നിരോധിച്ചു. കാരണം നിങ്ങളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വോയിസിലൂടെ തന്നെ നിങ്ങൾ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ആറാമത്തതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് യൂട്യൂബ് റിക്വയർമെന്റ് സഫിഷ്യന്റ് എഫേർട്ട് എന്നുള്ളതാണ്. ഈ എഫേർട്ടിനെ കുറിച്ചാണ് കറക്റ്റ് ആയിട്ട് യൂട്യൂബ് പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരുടെ വീഡിയോ എടുക്കുമ്പോൾ പോലും യൂട്യൂബ് നിങ്ങളിൽ നോക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും യൂട്യൂബ് നോക്കുന്നത്. അതിൽ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എന്താ പറയാ ഫെയർ യൂസ് എന്നുള്ള രൂപത്തിൽ പോലും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയാൽ പോലും അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഈവൻ AI വീഡിയോസ് ആൾസോ ഒരു സംഭവം ഇല്ലാതെ അതേപോലെ ഇടാതെ നിങ്ങളുടെ വോയിസ് ഓവറോ അല്ലെങ്കിൽ മറ്റു നിങ്ങളുടെ എഫേർട്ടുകളോ നിങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള എന്താ പറയാ ഒരു ക്രിയേറ്റിവിറ്റിയോ കാണിച്ചാൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടൂ എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ഫോട്ടോയും ഒരു വോയിസ് ഓവറും മാത്രം ചേർത്തുകൊണ്ട് ഇനി മുതൽ ഒരാളും ഒരു ചാനലിനും പ്രത്യേകമായിട്ട് ഒരു കാര്യം ചെയ്യേണ്ട. അതായത് അത്തരത്തിലുള്ള ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളതാണ്. അവർ പറയുന്ന രണ്ട് ചാനലുകളാണ് അത്തരത്തിൽ കിട്ടുക എന്നുള്ളത്. ഒന്ന് സ്റ്റഡി പർപ്പസ് എന്നുള്ളതും മറ്റൊന്ന് ഡോക്യുമെന്ററി എന്നുള്ളതുമാണ്. ഈ രണ്ട് സംഭവം ആണെങ്കിൽ പോലും ഈവൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഇതിന് മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കണമെന്നില്ല. ചലിക്കുന്ന ചിത്രങ്ങളുള്ള വീഡിയോസിന് മാത്രമേ, കൃത്യമായി പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള വോയിസ് ഓവർ വേണം, ചലിക്കുന്ന ചിത്രങ്ങൾ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് ഈ 2026 നിയമങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു ആർട്ടിക്കിൾസ് ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. ഞാൻ ഇത് എന്റെ കയ്യിൽ നിന്നും എടുത്ത് താങ്ങുന്നതല്ല. ഇത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ആർട്ടിക്കിൾസും കാര്യങ്ങളും ഈ റീയൂസ്ഡ് കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ആർട്ടിക്കിൾസിന്റെ പ്രകാരമായിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ചാനലുകളുമായിട്ടാണ് 2026 നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതെ ഏതെങ്കിലും കൃഷിയിലേക്കോ മറ്റു കാര്യത്തിലേക്കോ നിങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ്. അതല്ല കൃത്യമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഇടുന്ന കണ്ടന്റ് എന്താണെന്നുള്ളത് വ്യക്തമായ ധാരണയോടുകൂടി വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള എയിമിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള ഒരു വോയിസ് ഓവറും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു വോയിസ് ഓവറും ഒരു ഫോട്ടോയും വെച്ചൊക്കെ കളിക്കുന്ന ആളുകൾ ഇനി 2026 അത്തരം ചാനലുകൾ കൊണ്ട് മുന്നോട്ട് വരാതിരിക്കുക. ഇനി അത്തരം ചാനലുകൾ ഇപ്പോഴും പിടിക്കപ്പെടാതെ മുന്നോട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് കൂടെ അത്തരം വീഡിയോസുകൾ ചേർക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.